दोस्तों, हिंदी वर्ल्ड में आप सबका स्वागत है. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കർപ്പൂരമഞ്ജരി की ഭാഷ कौन सी है? അതിൻ്റെ ഉത്തരം വരുന്നത് ശൗർസേനിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അപഭ്രംശ ശബ്ദ का പ്രാചീനതം പ്രയോഗ कहाँ मिलता है? അതിൻ്റെ ആൻസർ വരുന്നത് മഹാഭാഷ്യയാണ്. അപഭ്രംശ ഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കേൾക്കാം. അപഭ്രംശ ഭാഷയുടെ സമയം എന്ന് പറയുന്നത് 500 ഈസ്വി മുതൽ 1000 ഈസ്വി വരെയാണ്. अपभ्रंश मध्यकालीन भारतीय आर्य भाषा और आधुनिक भारतीय आर्य भाषाओं की बीच की कड़ी है. അതുകൊണ്ട് തന്നെ ഇതിനെ സന്ധികാലീന ഭാഷ എന്ന് പറയാറുണ്ട്. ഇനി അപഭ്രംശൻ്റെ സർവപ്രഥം പ്രാമാണിക പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് പതഞ്ജലിയുടെ മഹാഭാഷ്യയിലാണ്. ഇനി അവഹട്ട് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ഏറ്റവും സർവപ്രഥം പ്രയോഗം കാണുക ജ്യോതിരീശ്വർ ഠാക്കൂറിൻ്റെ വർണ്ണരത്നാകറിലാണ്. അവഹട്ട് എന്ന് പറയുന്നത് അപഭ്രംശക്കാഹി പരിവർത്തിത രൂപ ഹെ. ഇനി ചന്ദ്രധർ ശർമ്മ ഗുലേരി അപഭ്രംശനെ പുരാനി ഹിന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആചാര്യ രാമചന്ദ്ര ശുക്ലനെ अपने ग्रंथ हिंदी साहित्य का इतिहास में अपभ्रंश को प्राकृताभास कहा है. इन्हें राहुल सांकृत्यायन ने हिंदी काव्यधारा में अपभ्रंश काव्य का संग्रह प्रकाशित करते हुए उसकी भाषा को हिंदी का प्राचीन रूप कहा है. ഇനി അപഭ്രംശ സാഹിത്യത്തിൻ്റെ ഉത്കർഷ യുഗം എന്ന് പറയുന്നത് 8वीं 9वीं 10वीं ശതാബ്ദിയൊക്കെയാണ് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ശൗരസേനി അപഭ്രംശ से निकलने वाली भाषा कौन सी है? ആൻസർ പശ്ചിമി ഹിന്ദിയാണ്. प्राचीन नागरी लिपि के पश्चिमी रूप से विकसित लिपि कौन सी है? ഇത് വരുന്നത് ഗുജറാത്തി ലിപിയാണ്. प्राचीन काल में भारत की सर्वश्रेष्ठ लिपि कौन सी है? ബ്രാഹ്മി ലിപിയാണ്. പൂർവി ഹിന്ദി की बोली कौन सी है? അത് അവധിയാണ് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബോലികളും ഉപഭാഷകളൊക്കെ നോക്കാം. हिंदी क्षेत्र की समस्त बोलियों को 5 वर्गों में बांटा जा सकता है. അതിൽ ഈ വർഗത്തിനാണ് നമ്മൾ ഉപഭാഷകൾ എന്ന് പറയുന്നത്. ഈ ഉപഭാഷകളുടെ അകത്ത് ബോലികളും വരുന്നുണ്ട്. അങ്ങനെ ഹിന്ദി में 5 ഉപഭാഷായേം और 18 ബോലിയാം ഹെ. ആദ്യത്തെ ഉപഭാഷ നോക്കാം, രാജസ്ഥാനി. അതിൻ്റെ ബോലികളാണ് മാർവാടി, ജയ്പൂരി, മേവാത്തി, മാൾവി. അത് സംസാരിക്കുന്ന ഏരിയയാണ് അതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത്, രാജസ്ഥാനിലാണ്. രണ്ടാമത്തെ ഉപഭാഷ പശ്ചിമി ഹിന്ദി. അതിൻ്റെ ബോലികൾ ഹരിയാനി, ഖടി ബോലി, ബ്രജ് ഭാഷ, ബുന്ദേലി, കനൗജി, നിമാടി. ഇത് സംസാരിക്കുന്നത് ഹരിയാന, ഉത്തർപ്രദേശ് പ്രദേശങ്ങളിലാണ്. അടുത്തത് പൂർവി ഹിന്ദി. ബോലികൾ അവധി, ബഖേലി, ഛത്തീസ്ഗഡി. പ്രദേശം വരുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്. അടുത്ത ഉപഭാഷ ബിഹാരി. ബോലികൾ ഭോജ്പുരി, മഗഹി, മൈഥിലി. സ്ഥലങ്ങൾ ബിഹാരി, ബിഹാർ, ഉത്തർപ്രദേശ്. അടുത്ത ഉപഭാഷ എന്ന് പറയുന്നത് പഹാഡിയാണ്. ബോലികൾ പശ്ചിമി പഹാഡി, മധ്യവർത്തി പഹാഡി. അതിന് പശ്ചിമി പഹാഡിന് നേപ്പാളി, മധ്യവർത്തി പഹാഡി കുമൈനി, ഗഡ്വാലി ഒക്കെ വരുന്നുണ്ട്. സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. അടുത്തത് ദ്രവിഡ് കുൽക്കി ഭാഷ കോൺസി ഹെ. ആൻസർ തെലുങ്കു ആണ്. നമ്മൾ ഭാഷാ പരിവാറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, കോൺസി ലിപി ബായി സെ ദായി की ओर लिखी जाती है? അതിൻ്റെ ആൻസർ വരുന്നത് ദേവനാഗരി ലിപിയാണ്. ഇനി ദേവനാഗരി ലിപിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭാഷ की लिपि देवनागरी है. देवनागरी लिपि का विकास ब्राह्मी लिपि से हुआ है.
ब्राह्मी लिपि भारत की सबसे पुरानी लिपियों में से एक है. ഈ ചോദ്യം കുറച്ച് മുന്നേ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞ സമയത്ത്. देवनागरी लिपि को बाएं से दाएं लिखे जाते हैं. देवनागरी लिपि की पहचान क्षैतिज रेखा यानी शिरोरेखा से होती है. ദേവനാഗരി ലിപിയുടെ മാനകീകരണം അതായത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയുള്ള ആദ്യ ശ്രമം 1935 ഇസ്വിയിൽ ഹിന്ദി സാഹിത്യ സമ്മേളനം വഴി തുടങ്ങിയായിരുന്നു. പിന്നെ നാഗരി ലിപി സുധാർ സമിതി, അത് മഹാത്മാഗാന്ധി അതിൻ്റെ സഭാപതിയായിരുന്നു. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണേലും 1947 ദേവനാഗരി ലിപിയുടെ മാനകീകരണത്തിന് വേണ്ടി ശ്രമം നടക്കുകയുണ്ടായി. ഇനി രാഹുൽ സാങ്കൃത്യായൻ്റെ ഒരു കഥനാണ് ദേവനാഗരി ദുനിയാ കി സബ്സെ വൈജ്ഞാനിക് ലിപി ഹെ എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ലോകമാന്യ തിലക് തൻ്റെ പത്രമായിട്ടുള്ള കേസരിയിൽ ദേവനാഗരി ലിപിയുടെ സുധാരണയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ദേവനാഗരി ലിപിയുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭാരോപ്പി പരിവാർ കിസ് ഭാഷാ ഖണ്ഡ് കെ അന്തർഗത് ആത്തെ ഹെ. എൻ്റെ ആൻസർ യൂറേഷ്യ ഖണ്ഡ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.